ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻ കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂത മീനാണ് കറി വെക്കാൻ പോകുന്നത്. ഇവിടെ ചൂത എന്ന് പറയും, ചൂര എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു. ഇതൊക്കെ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കുറച്ച് പച്ചമുളക് കൂട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊണ്ടിട്ട് നമുക്ക് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. നമുക്ക് തക്കാളി പേസ്റ്റാണ് വേണ്ടത്, പക്ഷെ എനിക്ക് തക്കാളി ശരി പഴുക്കാത്തതുകൊണ്ട് പേസ്റ്റാക്കി കിട്ടിയില്ല കേട്ടോ. നിങ്ങൾക്ക് പേസ്റ്റാക്കി കൊടുക്കാം. നല്ലോണം കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിനി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി താഴെപ്പോയി കുറച്ച് വെള്ളം കൂടെ വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കാണുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളായി പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അടിച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്